ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി അടിപ്പാതയില്ലാത്ത 3 പ്രധാന സെന്ററുകളിൽ നടപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു. കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഭാഗത്തും എസ്.എം.പുരം പള്ളിനടയിലുമാണ് ഫുട് ഓവർ ബ്രിഡ്ജുകൾ പണിയുക. ബെന്നി ബെഹന്നാൻ എം.പിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലത്ത് നടന്ന NH അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗത്തിലാണ് തീരുമാനമായത്. ദേശീയപാതയുടെ ഇരുവശത്തുമുള്ളവരുടെയും യാത്രാക്ലേശം ഉന്നയിക്കപ്പെട്ടതോടെയാണ് മുകളിലൂടെയുള്ള നടപ്പാതയുടെ കാര്യം അതോറിറ്റി പരിഗണിച്ചത്. എന്നാൽ നടപ്പാതകൾ നിർമ്മിക്കുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ട്. ഇരുവശത്തുമായി ചുരുങ്ങിയത് 2.5 സെന്റ് വീതം സ്ഥലമെങ്കിലും നൽകിയാലേ NH ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുകയുള്ളൂ. ദേശീയപാതയ്ക്ക് 45 മീറ്റർ വീതിയായതിനാൽ ഇതിനുള്ളിൽ നടപ്പാത നിർമ്മിക്കാനാകില്ല. ഇതിനായി ഇനി സ്ഥലം ഏറ്റെടുക്കാനും NHന് കഴിയില്ലെന്നും പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. മതിലകം പഞ്ചായത്തിലെ മതിൽമൂലയുടെ കിഴക്ക് ഭാഗത്ത് SC കോളനി മേഖലയിൽ 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ സർവീസ് റോഡില്ലാത്ത പ്രശ്നം ജനപ്രതിനിധികൾ ഉന്നയിച്ചെങ്കിലും ഇവിടെ ജനവാസമില്ലാത്ത സ്ഥലമാണെന്നും ആയതിനാൽ പിന്നീട് പരിഗണിക്കാമെന്നുമാണ് നിർമ്മാണ കമ്പനി മറുപടി പറഞ്ഞത്. നിലവിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടുന്ന സ്ഥലങ്ങളിലും അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബെന്നി ബെഹന്നാൻ MP ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴക്കാലത്തിന് മുമ്പായി വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പരിശോധന നടത്തി വേണ്ടത് ചെയ്യുമെന്നും നിർമ്മാണ കമ്പനി അധികൃതർ പറഞ്ഞു. E.T. ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി, TK ചന്ദ്രബാബു, MS മോഹനൻ, NHAI പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, ടീം ലീഡർ സുബ്രാവു, ലൈസൺ ഓഫീസർ ബാബു, ഈശ്വർ ആചാര്യ, ശിവാലയ ഉദ്യോഗസ്ഥരായ ബിനു, ഷിബു എന്നിവരും പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.